ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? സുഖമായിട്ടിരിക്കണോ? അപ്പോൾ രാവിലെ ഞങ്ങൾ ചായക്ക് കടി ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. രാവിലെ പത്തിരി ഇറച്ചി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഞാൻ എണീച്ചു വന്നതിന് മുമ്പ് തന്നെ ഇറച്ചിക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. വീട്ടിൽ വന്നാൽ പിന്നെ എപ്പോഴും കിടന്നുറങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമായതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ താമസിച്ചാണ് കേട്ടോ എണീക്കുന്നത്. അതുകൊണ്ട് ഇറച്ചിക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ പത്തിരി ഉണ്ടാക്കലും പകുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് രാവിലെ വീഡിയോ പിടിക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ 2-3 ദിവസമല്ലേ അവധിയുള്ളൂ. ഓണത്തിന് അവധി കുറവാണ്. പിന്നെ ഇവിടെ വന്നുകൊണ്ട് 3 ദിവസം നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്ന ദിവസം പിന്നെ തിരിച്ച് പോണ ദിവസമൊക്കെ കഴിഞ്ഞ് നമുക്കങ്ങനെ ലീവ് ഒരുപാടൊന്നും കിട്ടിയില്ല കേട്ടോ. 10 ദിവസം ഓണത്തിന് അവധി ഉണ്ടെങ്കിലും പിന്നെ മദ്രസ സ്കൂളും രണ്ടും അവധി കിട്ടിയപ്പോഴത്തേക്കും ദിവസങ്ങളും കുറച്ചുണ്ടായുള്ളൂ കേട്ടോ. ഒരു 3 ദിവസം എനിക്കിവിടെ വീട്ടിൽ നിൽക്കാനായിട്ട് കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ വരുന്നൊരു ദിവസം തിരിച്ച് പോകണൊരു ദിവസം, അങ്ങനെയാണ് കേട്ടോ 5 ദിവസമായത്. അപ്പോൾ ഞാൻ ഉമ്മാനോട് തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളത്തെ ഒരു വീഡിയോയും കൂടെ എനിക്ക് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കാർക്കും ക്യാമറ പിടിക്കാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അവർ തന്നെ ക്യാമറ പിടിച്ചേനെ. പിന്നെ ഞാൻ ഫോണിലാണ്, നമ്മൾ ക്യാമറ വെച്ചിട്ടൊന്നുമല്ലല്ലോ വീഡിയോ പിടിക്കുന്നത്, ഫോൺ വെച്ചിട്ട് തന്നെയല്ലേ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഫോണിന് എന്തെങ്കിലും സപ്പോർട്ടായിട്ട് സൈഡിൽ എന്തെങ്കിലും നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടീൻ്റെ അതേ മുളക് പൊടീൻ്റെയൊക്കെ അങ്ങനെ എന്തെങ്കിലും കുപ്പി എന്തെങ്കിലും സപ്പോർട്ടാക്കി വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ എങ്ങനെയാണ് വീഡിയോ പിടിക്കുന്നത് അവർ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാണ് വീഡിയോ പിടിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ എനിക്കിന് അത്രയും നേരം അവർ വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ. പത്തിരിയൊക്കെ പകുതി തന്നെ അവരുണ്ടാക്കി ഇറച്ചിക്കറിയൊക്കെ സെറ്റാക്കിയിട്ട്, കാരണം ഇറച്ചിക്കറിയൊക്കെ ഞാൻ എനിക്കിന് അത്രയും നേരം നോക്കിയിരിക്കുമ്പോൾ താമസം ഉണ്ടല്ലോ വേവാനായിട്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് ഇറച്ചിയൊക്കെ വേവാൻ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിക്കറിയൊക്കെ നേരത്തെ സെറ്റാക്കി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാനാണെങ്കിലും നമുക്ക് റിലാക്സ് ആവാനാണെങ്കിലും ഒക്കെ ആണെങ്കിലും മനസ്സിലൊക്കെ ഒരു നല്ല സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മൾ വീടിൻ്റെ മാത്രമായിട്ടല്ല, കാരണം നാട് തന്നെ അങ്ങനെയാണ് കേട്ടോ. നല്ലൊരു പച്ചപ്പും ഒക്കെ നിറഞ്ഞിട്ടുള്ള പ്രകൃതിയിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്നൊരു വൈബായിരിക്കും കേട്ടോ. നല്ല തോടും പിന്നെ പ്രകൃതിയിൽ നിന്ന് ഉള്ള ഓരോ ചീവീടിൻ്റെ അതിൻ്റെയൊക്കെ സൗണ്ട് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണും. ഞാൻ വോയിസ് കൊടുക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണും കേട്ടോ. കാരണം എപ്പോഴും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത്. പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ സെറ്റായി. ഇനി ചായ കുടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. കുറേ മക്കളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ വരിക. അവരൊക്കെ അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടെങ്കിലും ഞാൻ അത്രയും ദൂരത്തു നിന്ന് വരുന്ന സമയത്ത് ഞാൻ വരുമ്പോൾ എല്ലാവരും വീട്ടിൽ കാണും കേട്ടോ.
ഞങ്ങൾ 5 പേരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ വരുമ്പോൾ മാത്രമായിരിക്കും കേട്ടോ. ബാക്കിയൊക്കെ അവർക്കൊക്കെ തോന്നുമ്പോൾ വന്ന് പോകും. പിന്നെ ഞാൻ വരുവാന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എത്തും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി മക്കളും കൂടെ കൂടി കഴിയുമ്പോൾ പിന്നെ വീടൊക്കെ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിലേക്ക് ഒന്നിനും സൗകര്യം ഉണ്ടാവില്ല കേട്ടോ. മക്കളെ സൗണ്ട് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ നിൽക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ അവർ ഉറങ്ങണ സമയത്ത് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് അടുത്ത ആൾ ഉറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളം തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും ഒരു മേളമായിരിക്കും. രാവിലത്തെ ചായയും കുടിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്ക് ഇത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അപ്പോഴത്തേക്കും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ കുടി കഴിഞ്ഞ് അപ്പം തന്നെ ഇതേ ഞങ്ങൾ ചിക്കനൊക്കെ കഴുകിയെടുക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ചിക്കനൊക്കെ കഴുകി വാരി ഇതേ വെള്ളം വാർന്ന് പോകാനായിട്ട് കുറച്ച് നേരം വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് മസാല തേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇറച്ചിയാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ വെട്ടി മേടിച്ചിട്ടുള്ളത്. കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു പൊരിക്കാനുള്ള ഇറച്ചിയാണെന്ന്. അപ്പോൾ അത്യാവശ്യം വലിയ പീസിലാണ് കേട്ടോ അവരും തന്നതും. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി, കോൺഫ്ലവറിൻ്റെ പൊടി ഒക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ മസാല ഉണ്ടല്ലോ, അത് എപ്പോഴും ഇവിടെ ഇതിട്ടിട്ടാണ് കേട്ടോ. ഉമ്മ പൊരിക്കുന്ന സമയത്തൊക്കെ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ മസാല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കന്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം കേട്ടോ ചിക്കന്. പിന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ചേർക്കണില്ല. കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്കെല്ലാം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊരിക്കാനുള്ള ഇതിലേക്ക് നമ്മൾ ചിക്കനിലേക്ക് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അതേ ചിക്കനിൽ കുറച്ച് കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ബിരിയാണിക്ക് ഒരു നല്ല കളർ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡ് കളർ ചേർക്കുന്നത്. റെഡ് കളറിൻ്റെ കുറച്ച് പൊടി കയ്യിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കനിലേക്ക് തേച്ച് കൊടുത്തത്. അങ്ങനെ ചിക്കൻ ഇതേ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ വെച്ചു.
പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാലകളൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം തന്നെ നമ്മൾ നേരത്തെ എല്ലാത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞത് നമുക്ക് വേണ്ട മസാലകൾക്ക് വേണ്ട സവാളയാണ് കേട്ടോ. ഇറച്ചിയിലേക്ക് മസാല കൂട്ടാനായിട്ട് ആവശ്യമുള്ള സവാളയാണ് കേട്ടോ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് അരിയണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അതേമാതിരി പൊരിച്ച് കോരി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് 1-2 സവാള വേണം. പിന്നെ നമുക്ക് തൈര് വെട്ടിയെടുക്കാനായിട്ട് അതിലും വേണം കേട്ടോ. ഒരു 3-4 സവാളയൊക്കെ അതിനും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ തൊലി നേരെ തന്നെ രാവിലെ തന്നെ നമ്മൾ ചായ കുടി കഴിഞ്ഞ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എല്ലാം ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാടുമില്ല കേട്ടോ. നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അത്ര താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ മസാല കൂട്ടിയെടുക്കാനാണെങ്കിലും അതും പെട്ടെന്ന് തീരും. ചോറൊക്കെ സെറ്റാക്കാൻ അതും പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ അതിനൊന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ സാധാ ചോറും കറിയും വെക്കുന്ന അത്ര സമയം പോലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ബിരിയാണിയിലേക്ക് നമുക്ക് മസാല കൂട്ടിയെടുക്കാനുള്ള സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞത് തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തക്കാളി വേണ്ട, കഴുകിയെടുത്തപ്പോൾ ഒന്നായിട്ട് അങ്ങ് കഴുകിയെടുത്തേന്നുള്ളൂ കേട്ടോ. ഒരു 4 തക്കാളി മാത്രം മതി. കുഞ്ഞി തക്കാളിയാണ് കേട്ടോ, എല്ലാം ചെറിയ തക്കാളിയാണ്. അപ്പോൾ ഒരു 4 തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്ന് അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത് 2 കിലോ അരിയും 4 കിലോ ചിക്കനുമാണ് കേട്ടോ. നമ്മൾ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ പൊരിക്കുന്ന സമയത്ത് ചിക്കനിലൊക്കെ കൂടുതലും വെള്ളമായിരിക്കും. നമ്മൾ മേടിക്കുന്നതിൻ്റെ പകുതിയായിട്ടുള്ളൂ കേട്ടോ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ഇരട്ടി മേടിച്ചു, അരി പകുതി എടുത്തു കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടത് മല്ലിയില പുതിനയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് വേരിൻ്റെ ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതൊക്കെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിയില അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മല്ലിയിലയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ. പിന്നെ അതേ പുതിനയില മല്ലിയിലയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ അതിൻ്റെ ഒരു തണ്ട് എടുക്കും. അടിഭാഗം മാത്രം വേരുള്ള ആ ഭാഗം മാത്രം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം എടുക്കും കേട്ടോ. പക്ഷേ പുതിനയിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, തണ്ട് ഒട്ടും എടുക്കുകയില്ല കേട്ടോ. ഇല മാത്രമേ നുള്ളി എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ചതഞ്ഞ് ഇതായിട്ടിരിക്കുന്ന ഇലയ്ക്ക് ഒന്ന് പറിച്ച് കളഞ്ഞ് പിന്നെ നല്ല ഇല മാത്രം നോക്കിയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നല്ല ഇലകളൊക്കെ ഒന്ന് എടുത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാനായിട്ട്. പുതിനയിലയും അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. അതും ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. നീളത്തിൽ കീറിയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റാക്കാനുള്ള വെജിറ്റബിൾസൊക്കെ എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ ഇവിടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിൽ ഞാനെല്ലാം തന്നെ ഓടി ഓടി നടന്ന ക്യാമറ എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ പരമാവധി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും ചിക്കൻ വറുത്ത് കഴിഞ്ഞ് മസാല കൂട്ടാനുള്ള ചെരുവും അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ബിരിയാണി സെറ്റാക്കുന്നത്. അപ്പോൾ ആ ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൽ സവാള ഇട്ട പാടെ പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കട്ടെ എന്ന് പറഞ്ഞ് പോയ ആളാണ് കേട്ടോ. പിന്നെ എൻ്റെ കഞ്ഞൂടിയും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ ബിരിയാണിക്കുള്ള മെയിൻ പരിപാടി ഇവിടെ കഴിഞ്ഞു. ബിരിയാണിയിലേക്ക് വേണ്ട മസാലയൊക്കെ സെറ്റാക്കി അതിലേക്ക് ചിക്കനൊക്കെ ഇട്ടെങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ ചോറും വേവിച്ചെടുത്തിട്ട് ചോറ് വേവിച്ച് നമുക്ക് നെയ്ച്ചോറാക്കി എടുത്തേക്കും അല്ല കേട്ടോ, ചോറ് വെള്ളം വാർത്തെടുത്തേക്കുമാണ്. കാരണം പശ കൂടുതൽ അരിയാകുമ്പോൾ നമ്മൾ ചോറാക്കി എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടലുണ്ടാകും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ല കേട്ടോ. ചോറും ഇറച്ചിയൊക്കെ സെറ്റാക്കി അത് ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദമ്മിടാനുള്ള ധൃതിയിലാണ്. ചിക്കൻ്റെ മുകളിൽ 2 കഷ്ണം വാഴയില വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് ചോറ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറില്ല. ചിക്കനും ചോറും രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഇളക്കി അങ്ങ് മറിക്കുവാണ് കേട്ടോ ചെയ്യാറ്. ഇതിപ്പോൾ 2 നേരത്തേക്കും കൂടെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ
അടിയിലൊരു ചെറിയ കഷ്ണം വാഴയില ഇട്ട് കൊടുത്തു. കാരണം ഉച്ചയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ബാലൻസ് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൈയിട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിയിൽ നിന്ന് ഒന്നായിട്ട് ഇളക്കി മറിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചൂടുമൊക്കെ അല്ലേ, ഇപ്പോൾ തണുപ്പല്ലല്ലോ, തണുപ്പ് അത്രയ്ക്കില്ലല്ലോ, ചൂടല്ലേ കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ചോറ് കേടായി പോകണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ നടുക്കിലൊരു വാഴയില ഇട്ട് കൊടുത്തത്. അങ്ങനെ ഒരു 2-3 ലെയറായിട്ട് ചോറും സെറ്റാക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരുന്നുണ്ട്. പിന്നെ അതേമാതിരി ഉള്ളി ബിരിയാണിയിലേക്ക് പൊരിച്ച് കോരി ഇടാനുള്ള ഉള്ളിയൊക്കെ വറുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പണിയും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഉമ്മാനെ സഹായിച്ചും കൊടുക്കുന്നുണ്ട്. ഞാനൊരു ക്യാമറമാനായിട്ടും സഹായിക്കുന്നുണ്ട്. അനിയത്തിമാരൊക്കെ ഉമ്മാരുടെ ഉള്ളി പൊരിക്കാനും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇതാക്കാനും എല്ലാത്തിനും എല്ലാവരും സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കളെ നോക്കാനും ഒരാൾ നിൽക്കുന്നുണ്ട്. കാരണം വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങൾ 5 പേര്, ഞങ്ങളുടെ 5 പേരുടെ മക്കളും കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു മേളമാണ് കേട്ടോ. വീട്ടിൽ മാത്രമല്ല കേട്ടോ അങ്ങനത്തെ സൗണ്ട്, പ്രകൃതിയിൽ നിന്നും അങ്ങനത്തെയൊക്കെ സൗണ്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ വനമേഖലയൊക്കെ ഉണ്ടല്ലോ, വനപ്രദേശം, അതിനൊക്കെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്കിവിടെ അടുത്ത് തന്നെ കാടും തോടും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്നും സൗണ്ടാണ്. പിന്നെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ കൂടുമ്പോൾ അങ്ങനെയും സൗണ്ടാണ് കേട്ടോ. പിന്നെ അയൽവക്കത്തൊക്കെ ആണെങ്കിലും വീട്ടിലൊക്കെ ആളുകൾ കൂടുതലായിരിക്കും കേട്ടോ. കാരണം അവധിയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും തന്നെ ഒരുമിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ വരുമ്പോൾ നാട്ടിലെല്ലാം മൊത്തത്തിൽ സൗണ്ടായിരിക്കും കേട്ടോ. പിന്നെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ പറയാമെന്ന് പോലും അറിയില്ല, അതുപോലെ ആയിരിക്കും കേട്ടോ സൗണ്ടുകളും എല്ലാം. പക്ഷെ നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. കാരണം ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ലൊരു കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ ആയിരിക്കും കേട്ടോ. എല്ലാത്തിനും ഒരു അനുകൂല ഇതായിരിക്കും കേട്ടോ. അങ്ങനെ അമ്മ അവിടെ ബിരിയാണിയൊക്കെ സെറ്റാക്കി ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വറുത്ത് കോരിയെടുത്ത് അതും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ദമ്മ് ഇട്ടെങ്ങാണ്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തീയൊക്കെ കത്തിച്ചെങ്ങാണ്ട് അവിടെ ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോണത് അറിയേയില്ല കേട്ടോ. പെട്ടെന്ന് സമയമൊക്കെ പോകും കേട്ടോ. നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവണതേ അറിയില്ല കേട്ടോ, അത്ര പെട്ടെന്ന് സമയം പോകും. പിന്നെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരിയെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലും നെയ്യും രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ചേർത്തത്. പകുതിയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ആ ഒരു എണ്ണയും കൂടെ ചോറിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് ചെറിയ രീതിയിലൊന്ന് തീ കൊടുത്തു കേട്ടോ. അടിയിൽ മൊത്തത്തിലൊന്ന് ആവി കയറി എടുക്കാൻ വേണ്ടിയിട്ട് ചൂട്ട് കത്തിച്ചെങ്ങാണ്ടാണ് കേട്ടോ തീ കൊടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ നേരം അവിടെ ഇരിക്കണം. അപ്പോൾ അത് നമ്മുടെ ദമ്മിടലും പരിപാടിയും എല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ചോറ് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ബിരിയാണി ഉച്ചക്കത്തെ ഊണ് കഴിക്കുന്ന സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. ഉമ്മയുടെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട്, ഞങ്ങൾ വന്ന അന്നും ഉമ്മ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വന്ന ഒരു സമയത്ത് അങ്ങനെ കഴിക്കാനൊന്നും തോന്നൂല. 5-8 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒന്ന് കുളിക്കണം, എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, അത് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ള ഇതൊന്നും ഉണ്ടാകില്ല, മൈൻഡ് ഉണ്ടാകില്ല. എന്നാലും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഉമ്മ ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് വിചാരിച്ചാണ് കുറച്ച് ബിരിയാണി അന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഇഷ്ടത്തിന് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ബിരിയാണി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണി മാത്രമേ മിക്സ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. വൈകുന്നേരം കഴിക്കാനുള്ളത് 2 കാസറോളിലായിട്ട് ഉമ്മ എടുത്ത് വെച്ചു കേട്ടോ. വലിയ കാസറോളിൽ ചോറും ചെറിയ കാസറോളിൽ ഇറച്ചിയും കൂടെ ആയിട്ട് രണ്ടും വൈകുന്നേരത്തേക്ക് എടുത്തു വെച്ചിട്ട് അതാകുമ്പോൾ ചൂടനെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇറച്ചിയും ചോറും രണ്ടും കൂടെ ആയിട്ട് മിക്സ് ആക്കി എടുത്തു കേട്ടോ. അങ്ങനെ കുറേ നാൾ കൂടി ഉമ്മാരുടെ അടുത്ത് വന്ന് നല്ലൊരു അടിപൊളി ബിരിയാണി കഴിച്ചിട്ടോ ഉമ്മാരുടെ അടുത്ത് നിന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള എൻ്റെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.